ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു നല്ലൊരു ക്രാബ് കറി ആയിട്ടാണ്. നല്ല ഞണ്ട് കറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല രുചികരമായ ഞണ്ട് കറി. ചോറുണ്ണാനായിട്ട് ഈ ഞണ്ട് കറി മതിയാകും. നിങ്ങളിത് കണ്ടു നോക്കൂ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പറും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ചെറിയ ജീരകവും 4 പച്ചമുളക്, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, അതൊരു 5-6 എടുത്താൽ മതിയാകും. അതും അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ ഒരു പീസ് 1 പീസ് ഒരു മുറിച്ചിട്ടാണ് ഇതെടുത്തേക്കുന്നത്. അതും പിന്നെ വെളുത്തുള്ളി 6-7 വെളുത്തുള്ളി മുറിച്ചിട്ടതും കൂടെ ഇത് ഞാൻ നന്നായിട്ട് അരയ്ക്കാൻ പോവാണ്. പേസ്റ്റായിട്ട് അരയ്ക്കുമല്ല, കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായിട്ട് ചതച്ചെടുക്കുന്നതിനേക്കാളും ഇച്ചിരൂടെ ഒന്ന് അരയ്ക്കുന്നത് പോലെ, എന്നാൽ വെള്ളം ഒഴിച്ചിട്ടൊന്നുമല്ല, തന്നെ ഇതുപോലെ കൊണ്ടുവന്നാൽ മതി. 2 സവാള ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 15 ചുമന്നുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും. ഇത്രയും ഞാൻ റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഇനി എന്താണ്, കാഷ്യൂസ് ഞാൻ എടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുകയാണ്. 1 കിലോ ഞണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് വേണ്ട ചേരുവകളാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഞണ്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിന് മുന്നായിട്ട് റെഡിയാക്കി വെക്കുക. ഈ 1 കപ്പ് തേങ്ങ ഞാൻ മിക്സിയിലിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ കാഷ്യൂസ് കൂടി ഇട്ട് അരയ്ക്കാൻ പോവുകയാണ്. കാഷ്യൂസ് ഒരു 4-5 മതിയാകും. ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ കാഷ്യൂസ് എടുത്തേക്കാണ്. അപ്പോൾ ഒരു 4-5 കാഷ്യൂസ് എടുത്താൽ മതി. നിങ്ങളുടെ ഈ കസ്കസ് ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ഇട്ടിട്ട് കാഷ്യൂസിൻ്റെ എണ്ണം കുറയ്ക്കാം. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ കസ്കസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കാഷ്യൂസ് ഇച്ചിരി ഏറെ ഇട്ട് അരയ്ക്കുകയാണ്. നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇപ്പം ഞാൻ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവ ഇട്ടെടുത്ത് അതൊന്ന് മൂക്കുമ്പോഴത്തേന് ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം. ഈ കറിക്ക് മെയിനായിട്ട് പെരിഞ്ജീരകമാണ് കേട്ടോ. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ 4 വെളുത്തുള്ളി എടുത്തത് ചതച്ചുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നും ചെറുതായിട്ട് മൂക്കുമ്പോഴത്തേന് ഇഞ്ചി ചതച്ചതോടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ സവാളയുടെ കൂടെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഈ ചതച്ചിട്ടേക്കുന്നത്. ഇനിയും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളി 15 ഉണ്ടല്ലോ, അതുകൂടെ ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ ചുമന്നുള്ളി ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴലുമ്പോഴാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആ സവാളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മുമ്പേ റെഡിയാക്കി വെച്ചേക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ 2 തക്കാളിയുടെ കാര്യം പറഞ്ഞില്ല, അത് വിട്ടുപോയി. 2 തക്കാളിയും കൂടെ നിങ്ങൾ അരിഞ്ഞ് എടുത്ത് വെച്ചേക്കണം. അതും ഇതിനാവശ്യമാണ്. തക്കാളി ഇട്ടുള്ള കറി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തോട്ടുപുളി മാത്രം എടുത്തിട്ടാണെങ്കിലും ഈ കറി വെച്ചാൽ നല്ല രുചിയാണ്. ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവാള ഇതേപോലെ നല്ലൊരു ഷെയ്ഡ് വരണം. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചതച്ചില്ലേ പെപ്പറും അതുപോലെ തന്നെ പെരിഞ്ജീരകവും ചെറിയ ജീരകവും ഒക്കെ ചതച്ച ആ കൂട്ട് അതും ഇതിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. കാരണം ഇത് നന്നായിട്ട് വഴലണം. കാരണം ഈ പച്ചയല്ല നമ്മളിട്ടത്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആദ്യം നമ്മളിട്ടത് പച്ചയല്ലേ. അപ്പോൾ അതും നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ടെടുക്കാൻ വേണ്ടിയാണ് അതിപ്പോൾ ഒന്ന് ചേർത്തേക്കുന്നത്. ഇതേപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് തക്കാളി ചേർക്കണം. 2 തക്കാളി അരിഞ്ഞു വെച്ചതൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴലണം. അപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ തക്കാളി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കണം. ഇതിലേക്ക് കല്ലുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. കല്ലുപ്പാകുമ്പോൾ കുറച്ചിട്ടാൽ മതി. അത് സൂക്ഷിച്ചിടാവും. കല്ലുപ്പാണെങ്കിൽ നമുക്ക് സാധാ ഉപ്പ് നമുക്ക് യൂസ് ചെയ്യാം, പൊടിയുപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെക്കാൻ പോവുകയാണ്. കുറച്ച് നേരം തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇതുപോലെ നല്ലതായിട്ട് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവി വെള്ളമൊക്കെ വീണാണ്. അപ്പോൾ അതിൻ്റെ ഇത് മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. അല്ലെങ്കിൽ പൊടികളിടുമ്പോൾ ആ വെള്ളമയം കാണും. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ഇതൊക്കെ മാറാനായിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
ഞാൻ മുമ്പേ പറയാൻ മറന്നിട്ടില്ല, ഈ കറിക്ക് നല്ല എരി വേണം. ഏത് ഞണ്ട് കറി ആണെങ്കിലും നല്ല എരി വേണം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഓരോ പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ടു, പിന്നെ ഈ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി ഇടുന്നുണ്ട്, പിന്നെ 2 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ എരി വേണം ഇതിന്. എരി ഇല്ലെങ്കിൽ ഞണ്ട് കറി ഒട്ടും കൊള്ളില്ല. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ പൊടികളുടെയൊക്കെ പച്ച മണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് ഞണ്ട് ഇനി ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോ ഞണ്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഞാനാണെങ്കിൽ വലിയൊരു കടായിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ചട്ടിയിൽ വെക്കാനാണ് എനിക്ക് ഇഷ്ടം, പക്ഷേ എൻ്റെ കയ്യിലുള്ളത് വളരെ ചെറിയതായതുകൊണ്ട് ഞാൻ ഈ വലിയ പാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കാനൊക്കെ സൗകര്യമാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, നഗര വേണ്ട, കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാകും. അതൊന്നും എല്ലാം കൂടെ ഒന്ന് പിടിക്കാനായിട്ട്. ഇനിയിപ്പോൾ അരച്ച തേങ്ങയും കാഷ്യൂസും അരച്ചത് ഞാൻ ഇതിലിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കസ്കസ് ഉണ്ടെങ്കിൽ 2 കാഷ്യൂസും 1 ടീസ്പൂൺ കസ്കസും യൂസ് ചെയ്യാം. കസ്കസ് ഇല്ലെങ്കിൽ ഒരു 4-5 കാഷ്യൂസ് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ എന്നാലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വേണം. ഇതിനെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവാൻ വെക്കണം. ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ടും കറി നന്നായിട്ട് തിളച്ച് ഞണ്ടൊന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ടും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 15 മിനിറ്റ് വേവാൻ വെക്കുകയാണ്. ഇതായിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് തിളച്ച് വന്നു. ഇപ്പം ഇനി ഒരു അല്പം കൂടെ ഒന്ന് പറ്റി വരണം. ഇതിനിടയിൽ 2 പച്ചമുളക് ഞാൻ ചേർത്തിരുന്നു. അത് വീഡിയോക്കകത്ത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ പച്ചമുളക് ചേർക്കാൻ മറക്കരുത്. കാരണം ഈ കറിക്ക് തേങ്ങ അരച്ച കറിയാണെങ്കിലും നല്ല എരി വേണം. അത് ഞാൻ പ്രത്യേകം പറയുന്നത്. ഞണ്ടിനൊക്കെ എരി ഇല്ലെങ്കിൽ ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പെരുംജീരകമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്തെ. അപ്പോൾ പെരുംജീരകത്തിൻ്റെ മണവും രുചിയും ഒക്കെ ഇതിന് നല്ലതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. നല്ല രുചിയാണ്. ചോറുണ്ണാനായിട്ട് ഈ കറി മതി. കാരണം ഇതിന് നല്ല എരിയും അതുപോലെ തന്നെ തേങ്ങ അരച്ചിട്ടൊക്കെയുള്ള ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേനും ഞണ്ടിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞണ്ടിൻ്റെ ആ ഒരു രുചിയൊക്കെ ആ കറിയിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ആ ചാറ് കൂട്ടുമ്പോൾ തന്നെ ഭയങ്കര രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇതിനകത്ത് ഒട്ടും മാറ്റങ്ങൾ വരാതെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കൂ. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, തക്കാളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തോട്ടുപുളി ഇട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഞണ്ട് കറിക്ക് ഒരുപാട് പുളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള പുളി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നല്ല നല്ല കമൻസ്, നല്ല അഭിപ്രായങ്ങൾ എനിക്ക് ഇതിന് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞങ്ങൾക്ക് വളരെ സന്തോഷമാണത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വിളമ്പാം. ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല രീതിയിൽ ഞണ്ട് കറി വെക്കുമല്ലോ, പക്ഷേ ഈ ഒരു റെസിപ്പി നിങ്ങൾ വെച്ച് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയാണ്. നമ്മളിപ്പോൾ ഞണ്ട് മുളക് ഇട്ടത് ആ രീതിയിൽ വെച്ചാലും ആ ഒരു ചാറിലേക്ക് അത്രയും ഞണ്ടിൻ്റെ രുചി ഇറങ്ങാൻ സാധ്യത കുറവാണ്. ടേസ്റ്റാണ് എങ്കിലും അത് പൊളിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ ഇതിൻ്റെ ഗ്രേവിയിൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രേവിയിൽ ആ ഞണ്ടിൻ്റെയും അതുപോലെ ആ എരിയും എല്ലാം കൂടെ ഇറങ്ങി ചെല്ലുന്നതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കറി. അപ്പോൾ ഞങ്ങൾ ചോറിങ്ങനെ വലിയ പാത്രത്തിലൊക്കെ വിളമ്പി ഞങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ പോകുകയാണ്. കാരണം കുഞ്ഞു മക്കൾക്ക് പൊളിച്ച് കഴിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങളത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒന്നിച്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇത് പണ്ട് മുതലേ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്ത് വരുന്ന രീതി തന്നെയാണ്. അതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്താതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി. ഞങ്ങൾ കഴിക്കട്ടെ. നിങ്ങൾ വാങ്ങിച്ച് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. പുതിയ റെസിപ്പിയുമായിട്ട് വരുമ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രം JNJ ഫുഡ് വേൾഡ്.